പട്നയിലെ ഗംഗ റെയിൽ റോഡ് പാലമാണ് ഈ കാണുന്നത്. അതിഗംഭീരമായ പാലം, 4.5 കിലോമീറ്റർ വലുപ്പമുണ്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊള്ളില്ല എന്നാണ് ഇവർ പറയുന്നത്. पिल्लू है, पतंगी है, तो यह चुन रहे हैं, यह चुन के खा रहे हैं. അരി വാങ്ങിയ ശേഷം കല്ലൊക്കെ പെറുക്കി കളയുന്നത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാലത്ത് അമ്മയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇവിടെ ബീഹാറിൽ റേഷൻ കടയിൽ ലഭിക്കുന്ന അരിയുടെ അവസ്ഥയാണിത്. तो कहाँ से लिया नीमन चाउर, पुलिस वाला चाउर, कोटा के चाउर है. शासन कैसे नीतीश तो हमने लेके बेकारे हथन. वो है नीतीश वो है, दोनों तो है, जीतला खाली जीत गए बस हो गए. നിതീഷ് കുമാറിനെ കുറിച്ച് ഗ്രാമത്തിലുള്ളവരുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഗ്യാസ് അടുപ്പിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്, ഗ്യാസിനെ കുറിച്ചൊക്കെ. ഇതായി ഗ്രാമത്തില് അടുപ്പുകളാണ്, അടുപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കത്തിക്കുന്നത് പറഞ്ഞു. നാം ക്യാ ഹൈ? शोभा देवी नाम है. शोभा देवी. हाँ. मेरा माता का नाम शोभा है. हमरो मोदी जी नहीं गैस दिए हैं, हम चूल्हा पर बनाते हैं. ബീഹാറിലെ ഗ്രാമങ്ങളിലെ ഗ്യാസ് അടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയോ ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പോകുന്ന കാഴ്ചയൊന്നുമല്ല. जब देना तो दीजिए, नहीं मनता नहीं देना तो नहीं दीजिए. खराब चावल मिल रहा है, ये सब चीज किरवन खाएगा तो अच्छा लगेगा. राशन तेल के ये सब पहले 5 लीटर मिला है, तब 1 लीटर आपका तो बंद हो गया. पहले चना का दाल मिल रहा था. नहीं अभी नहीं चीनी मिला, पहले मिला है. मोदी जी बोले थे सिलेंडर के लेके हर गैस में सिलेंडर फ्री बटेगा, तो कहाँ हम लोग को मिला है? 1200 रुपये सिलेंडर है तो कहाँ से भराएंगे? 400 रुपये पति कमा कर लाते हैं, 3 गो बच्चा है, कैसे खिलाएंगे 400 में? എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ അരി വൃത്തിയാക്കുന്നത്. मक्खी लेखा लगता है जी, इसीलिए चुन के फेंक रहे हैं. ഈ കാണുന്ന മുഴുവൻ പെറുക്കി കളഞ്ഞ അരിയാണ്. चुन ही कर देख लीजिए, आँख के सामने न चुन रहे हैं. ഈ സാധനങ്ങൾ ഞങ്ങൾ പെറുക്കി കളഞ്ഞ സാധനങ്ങൾ നോക്കുന്നാ പറയുന്നത്. 5 गो खा लेगा 1 महीना 5 किलो में, नहीं ना? 5 किलो का नहीं अब पहले तो 10 किलो 20 किलो गेहूं भी मिलता था, चावल भी मिलता था. നേരത്തെ 20 കിലോ വരെ കിട്ടിയിരുന്ന സാധനങ്ങൾ ഇപ്പോൾ 5 കിലോ മാത്രമേ കിട്ടുന്നുള്ളൂ സൗജന്യമായിട്ടെന്നാണ് ഇവർ പറഞ്ഞ ഒരു കാര്യം. चावल खाली मिल रहा है, गेहूं मिल रहा है, चीनी तक बंद हो गया. कौन बंद हो गया? तब बंद होगा, सरकार बंद करे, नतीजे बंद कर देने घरे. ഗ്യാസ് കൊടുക്കുന്ന ഉജ്ജ്വല യോജന പദ്ധതി, റേഷൻ വിതരണം എന്നിവ ജനങ്ങളെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നത്, അവർക്ക് ഇതെങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ് ബീഹാറിലെ ഈ ഗ്രാമം നമുക്ക് പറഞ്ഞു തന്നത്. യാത്ര തുടരാം. മോട്ടോർ സൈക്കിൾ ഡയറി ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നു.